ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷാരിയാണെന്നുണ്ടെങ്കിൽ സരയോട് വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സരി ചോദിക്കുന്നത്, സത്യം പറയാമേ, നിങ്ങൾ ആരെങ്കിലും ആണോ എൻ്റെ കുഞ്ഞിനെടുത്ത് മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഷാരി പറഞ്ഞില്ല മോളെ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, മോള് കണ്ടതല്ലേ ഒരു ഭിക്ഷാടകൻ വന്ന് കുഞ്ഞെടുത്തോണ്ട് പോകണമെന്ന് പറയുമ്പോഴേക്കും അയ്യോ എൻ്റെ കുഞ്ഞിപ്പോൾ എവിടെയായിരിക്കും, വിശക്കുന്നുണ്ടാവും എൻ്റെ കുഞ്ഞിനാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അത് കാണുമ്പോൾ മനോഹറിന് അത് വിഷമം തോന്നുന്നുണ്ട്. മനോഹർ ഇങ്ങനെ പറഞ്ഞു, സാരി എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കാം മനുവേട്ടനെ കുറേ ആൾക്കാരായിട്ടൊക്കെ ബന്ധമുള്ളതല്ലേ, അവരെയൊക്കെ ഒന്ന് വിളിച്ച് പറയാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി പറ എന്നൊക്കെ പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, മോളെ ഞാൻ അതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറയുക കേട്ടോ. അപ്പം സരുവാണെങ്കിൽ അയ്യോ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാതെ പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞ് എന്ത് അവസ്ഥയിലായിരിക്കും ഈശ്വര എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷാരി പതുക്കെ റൂമിലേക്ക് വരുന്നുണ്ട് സരയുവിൻ്റെ അടുത്തേക്ക്. മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ അമ്മേ, എൻ്റെ കുഞ്ഞിനെ കിട്ടിയോ, പോലീസുകാർ വിളിച്ചോ, എൻ്റെ കുഞ്ഞിനെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഷാരി പറയുന്നുണ്ട് ഇല്ല മോളെ എന്ന് പറയുമ്പോൾ അപ്പോൾ എൻ്റെ മോളെ കിട്ടിയില്ല അല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഷാരിനെ പിടിച്ച് തള്ളുവാണ്. തള്ളിയതിന് ശേഷം സരി അവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഓടാൻ പോവാട്ടോ. എൻ്റെ മോളെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. അപ്പം മനോഹർക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, മോളെ എന്താ കാണിക്കണത്, കുഞ്ഞിനെ ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ സരിയും ഇങ്ങനെ ഇല്ല, ഞാൻ തന്നെ പോയിക്കോളാം, എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കാണ്ട് ആരും എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ സരി പറയാണ്. ആ സമയത്ത് ഷാരി ദൈവത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കണം, ഈശ്വര ഒരു നിമിഷത്തേക്ക് ഞാൻ മറന്നുപോയി, എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് ആ കുഞ്ഞെന്ന് എനിക്കറിയായിരുന്നു, എന്നിട്ടും ഞാൻ തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഞാൻ തന്നെയാണല്ലോ എൻ്റെ മോൾക്ക് ഈ ഒരു അവസ്ഥ വരുത്തി വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി പൂജ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ മനോഹർ ഷാരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സത്യം പറ, ആ CCTV പുറത്ത് മാത്രം വെച്ചിരിക്കുന്ന CCTV ആണ്. ഭിക്ഷാടകൻ വന്ന് കുഞ്ഞിനെ ഇങ്ങോട്ട് കുഞ്ഞിനെ കൊണ്ടുപോകണത് കണ്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിച്ചതെന്ന് ഒന്നും കാണുന്നില്ല. സത്യം പറ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും കൂടിയിട്ട് കുഞ്ഞിനെ എടുത്ത് മാറ്റിയോ, അവളെ ആ കിരണെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ മാറ്റിയോ, സത്യം പറയാൻ ചോദിക്കുമ്പോൾ ഷാരി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അതന്നെ കാര്യമല്ലേ, നിങ്ങൾ തന്നെയാണ് കുഞ്ഞിനെടുത്ത് മാറ്റിയത്. അതേടാ, ഞങ്ങൾ തന്നെ കുഞ്ഞിനെ മാറ്റിയത്, നിന്നെപ്പോലത്തെ ഒരാളുടെ കുഞ്ഞിനെ എൻ്റെ മോൾക്ക് വേണ്ട, അവളിപ്പോൾ ഒന്ന് വിഷമിക്കുമായിരിക്കും, പക്ഷെ അവളുടെ വിഷമമൊക്കെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ മാറും, എന്നാലും നിന്നെപ്പോലത്തെ ഒരുത്തിൻ്റെ കുഞ്ഞിനെ അവൾ വളർത്തണമെന്ന് പറയുമ്പോഴേക്കും മനോഹർ പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ലെങ്കിൽ പറയാനായിട്ട്, നിങ്ങളുടെ കുഞ്ഞിനെ 15 വർഷം മുമ്പ് നഷ്ടപ്പെട്ട് മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് സരിയു നിങ്ങളുടെ വളർത്തു മകളാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചു. അപ്പോൾ സരിയുടെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട് അവൾക്ക് എന്ത് വിഷമം ഉണ്ടാവുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്ത് ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ്, ശരിയാണ്, ചെയ്യേണ്ടിയിരുന്നില്ല, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ഷാരി മനസ്സിൽ വിചാരിച്ചിട്ട് രാഹുലിനോട് പറയുന്നുണ്ട്, ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനും ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചു പോയി, എൻ്റെ മോളുടെ അവസ്ഥ അതെനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പോൾ ഷാരി നീ എന്തൊക്കെയാണ് പറഞ്ഞത്, ഒന്നുമില്ല, അവൾ വിഷമിക്കുന്നുണ്ട്, പക്ഷെ വിഷമം അധിക ദിവസം ഉണ്ടാവില്ല, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ എൻ്റെ മോളുടെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷാരി തല്ലിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ വിഷമിക്കില്ലെന്ന് പറയുമ്പോൾ മനോഹറിനെ കെട്ടിപ്പിടിച്ച് സറിയ പറഞ്ഞില്ല മനുവേട്ട, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, നോക്കിക്കോ എൻ്റെ ഇന്ന് എനിക്ക് എൻ്റെ മോളെ കിട്ടിയില്ലെങ്കിൽ നാളെ മനുവേട്ടൻ എന്നെ കാണില്ല എന്നൊക്കെ പറയാണ്. ആ സമയത്ത് മനോഹറിന് വലുത് വിഷമം തോന്നട്ടെ, മനോഹറും ആദ്യമായിട്ട് അറിഞ്ഞെന്നെ കരഞ്ഞു പോവാണ്. അതേസമയം കിരണും കല്യാണിയും പരസ്പരം പറയണ്ട, അവളുടെ കുഞ്ഞിനെ കാണാനില്ലെന്ന് തോന്നുന്നു, അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കല്യാണി എന്ന് കിരൺ ചോദിക്കുമ്പോൾ എന്താ കിരണട്ടെ ഇങ്ങനെയൊക്കെ പറയണത്, ഇപ്പോൾ വേറെ ആരുടെയെങ്കിലും കുഞ്ഞാണെങ്കിൽ നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരുടെ കുഞ്ഞാണെങ്കിൽ പോലും നഷ്ടപ്പെട്ടാൽ നമ്മൾ ചിലപ്പോൾ അതിൽ ഇടപെടില്ലേ, ഇതിപ്പോൾ സരിയുവാണെന്നുണ്ടെങ്കിലും അവൾ ഒരുപാട് ദ്രോഹമൊക്കെ ചെയ്തിട്ടുണ്ട് ശരിയാണ്, പക്ഷെ അതൊരു കുഞ്ഞല്ലേ കിരണേട്ട, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ കിരൺ പറയുന്നുണ്ട്, കല്യാണി നീ പറഞ്ഞത് ശരിയാണ്, ആ കുഞ്ഞിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ സരയു നമ്മളിപ്പോൾ ആ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാലും അവൾ നാളെ പറയാ നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോയി എടുത്ത് മാറ്റി, അത് വലിയ കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെ ആയിരിക്കും അവൾ പറയാ, ആ തലവേദന നമ്മൾ വരുത്തി വെക്കണോ, അതൊന്നും വേണ്ട, നമുക്ക് കുഞ്ഞിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ കുഞ്ഞിനെ പോലീസുകാരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാം, പോലീസുകാരെ നമുക്ക് പരിചയമുള്ളതാണല്ലോ, അങ്കിൾ എന്താ ചെയ്തോളൂ എന്ന് പറയാണ്. ശരി, നമുക്ക് എന്തായാലും അന്വേഷിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ കാര്യം ചന്ദ്രസേനോട് പറയാണ്. ചന്ദ്രസേനൻ പറയുന്നുണ്ട്, ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാനായിട്ട്, അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയാണ്. ആ തട്ടിക്കൊണ്ടുപോയ ഭിക്ഷാടനയുടെ ഒരു ഫോട്ടോ ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണെന്ന് പറയാണ്. അങ്ങനെ മനോഹറിനെ കിരൺ വിളിക്കുകയാണ്, ഭിക്ഷാടകന്റെ CCTV പതിന് ആ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് അയച്ചു തരാൻ വേണ്ടി പറയണം. അങ്ങനെ അത് അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കിരണിന്. കിരണാണെങ്കിൽ ആ സമയത്ത് അവരുടെ വീട്ടിലും പുറത്തൊരു CCTV വെച്ചിട്ടുണ്ടല്ലോ, അതിലെ ഫോട്ടേജ് നോക്കുമ്പോഴേക്കും കിരണും കുറച്ച് സംശയമൊക്കെ തോന്നുവാണ്, ആ ഭിക്ഷാടകന് വേഷം കെട്ടി വന്ന ഒരാളാണെന്ന്. അങ്ങനെ ഇയാളുടെ ഫോട്ടോ കണ്ട കിരണ് പോലീസുകാർക്ക് എല്ലാവർക്കും ഇയാളുടെ ഫോട്ടോ കാര്യങ്ങളും കൈമാറും കേട്ടോ. അങ്ങനെ കണ്ടുപിടിക്കാൻ എളുപ്പമാവാണ്. അങ്ങനെ പോലീസുകാർ
അടുത്തുള്ള റോട്ടിലുള്ള ക്യാമറകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഇന്ന വഴി കൂടിയൊക്കെ പോയിട്ടുണ്ടെന്ന് പറയാണ്. കിരണും കല്യാണിയും വഴികൾ മൊത്തം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ആ കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം കിരണും കല്യാണിയും കണ്ടുപിടിക്കുകയാണ്. അതൊരു തെരുവിൽ കിടക്കുമായിരുന്നു കേട്ടോ. തെരുവിൽ കിടക്കുമ്പോഴേക്കും ഒരു കടത്തിണ്ണയിലാണ് കിടക്കുന്നത് ആ കുഞ്ഞ്. അതാണ് ആ പോസ്റ്ററിൽ നമ്മൾ കണ്ടത്. കടത്തിണ്ണയിൽ നിന്നിട്ട് കിരണും കല്യാണിയും കുഞ്ഞിനെ എടുക്കുന്ന രംഗം. അങ്ങനെ കടത്തിണ്ണയിൽ നിന്നിട്ട് ആ ദുഷ്ടന്മാരെയൊക്കെ അടിച്ച് പരത്തി കിരണും കല്യാണിയും കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാണ്. പക്ഷെ രക്ഷപ്പെടുത്തുന്ന ഇടയ്ക്ക് കിരണിനൊരു അപകടവും സംഭവിക്കുന്നുണ്ട്. പക്ഷെ വലിയ അപകടമൊന്നുമല്ല, ചെറിയ അപകടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എന്നാലും കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിലാണ് കല്യാണിയും കിരണും. പക്ഷെ ഇതെങ്ങനെ സരുവിനെ ഏൽപ്പിക്കും? സരുവിനെ ഏൽപ്പിച്ച് അവൾ ഒരിക്കലും സമ്മതിക്കില്ല. അവള് പറയാം നമ്മളെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതെന്നേ അവള് വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് പോലീസുകാരുടെ കയ്യിൽ ഏൽപ്പിക്കാം എന്ന് കല്യാണി പറയാണ്. ശരി കല്യാണി, അത് തന്നെയാണ് ശരിയെന്ന് കിരണും പറയണ്ട്. എന്നിട്ട് അവരെ പോലീസുകാരനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയണ്ടേ, നിങ്ങളാണ് ഇതിനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് സരുവിനെ ഏൽപ്പിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ പോലീസുകാർ ആ കുഞ്ഞിനെടുത്തിട്ട് നേരെ പോണത് രാഹുലിന്റെ വീട്ടിലേക്കാണ്. സരു കഴിഞ്ഞ കുഞ്ഞെ കാണുമ്പോഴേക്കും വല്ലാത്ത സന്തോഷം തോന്നുന്ന കുഞ്ഞെ വാരി എടുക്കുവാണ്. എന്നിട്ട് റൂമിലേക്ക് എടുത്ത് ഓടുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ടാവും, എൻ്റെ കുഞ്ഞെ പാല് കൊടുക്കട്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞെടുത്തിട്ട് റൂമിലേക്ക് പോകണം. അത് കാണുമ്പോൾ എല്ലാവരുടെ നെഞ്ചൊന്ന് പിടയ്ക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിന് എവിടെ നിന്നാണ് കിട്ടിയെന്ന് മനോഹർ അന്വേഷിക്കുമ്പോഴേക്കും അതൊരു കടത്തണ്ണയിൽ കിടക്കുമായിരുന്നു എന്നൊക്കെ പറയാണ്. കിരണും കല്യാണിക്ക് വല്ലാത്ത സന്തോഷം തോന്നും കേട്ടോ. കിരണിനെ കാണാൻ ജസ്റ്റ് ഒന്ന് പോലീസുകാർ ഇങ്ങനെ നോക്കുന്നുണ്ട് അവരുടെ റൂമിലേക്ക്, അവരുടെ വീട്ടിലേക്ക്. കിരണും അവരെ നോക്കി ചിരിക്കുകയാണ്. അപ്പം മനോഹറിനെയും അതുപോലെ തന്നെ രാഹുലിനെയൊക്കെ കാര്യം മനസ്സിലായി. കിരണും കല്യാണം കൂടി ഇതിൽ ഇടപെട്ടിട്ടായിരിക്കും കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെന്ന്. അതിനുശേഷം മനോഹർ തന്നെ കിരണിൻ്റെ നന്ദി പറയുകയാണ്. എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ കല്യാണി പറഞ്ഞു, നീ നന്ദിയൊന്നും പറയണ്ട, ഇനിയെങ്കിലും വേറെ പെണ്ണുങ്ങളെ പറ്റിക്കാണ്ട് സരുവിനെയും കുഞ്ഞിനെയും ജീവിച്ച് മാനവും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്, നിനക്കപ്പോൾ ഒരു അവസരവും കൂടി കിട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മനോഹറിനെ തിരുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. മനോഹർ ഏറെക്കുറെയൊക്കെ മാറ്റം വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഈ പെണ്ണുണ്ടല്ലോ, അതായത് കാർത്തികയുടെ കൂടെ പോയ പെണ്ണ്, ആ പെണ്ണിന്റെ പേര് ലക്ഷ്മി എന്നാന്നുള്ള സത്യം ബാലണ്ണൻ മനസ്സിലാക്കാണ്. അതിനുശേഷം പ്രകാശിനോട് പറയണ്ടേ, പ്രകാശ, കാർത്തികയുടെ കൂടെ കണ്ട ആ പെണ്ണിന്റെ പേര് ലക്ഷ്മി നാടാന്ന് പറയുമ്പോഴേക്കും അപ്പോൾ അത് തന്നെയായിരിക്കും മഹാലക്ഷ്മി അല്ലേ? എടാ അതേടാ, അത് തന്നെയാ കാർത്തികയുടെ അമ്മ. അവർ കണ്ടിട്ട് കാർത്തികയുടെ അമ്മേനെ പോലെ തന്നെ എനിക്ക് തോന്നുന്നത്. പ്രകാശം പറഞ്ഞിട്ട് അതെ, അത് തന്നെയാ കാർത്തികയുടെ അമ്മ. എൻ്റെ ദൈവമേ, ഇതൊരു ചെറുപ്പക്കാരി പെണ്ണാണല്ലോ, ആയിരിക്കോടാ. കാർത്തികമ്മോട് പറയാറുണ്ടല്ലോ, നല്ല ചെറുപ്പത്തിൽ തന്നെയാണ് അവളുടെ അമ്മ അവളെ പ്രസവിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിന് വലിയ പ്രായമൊന്നും ഉണ്ടാവില്ല, ഒരു 10-38 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. 38 വയസ്സുള്ള പെണ്ണ് എന്നെ ഇഷ്ടപ്പെടാനായിട്ട് എന്തായിരിക്കും എന്ന കാര്യം? ആ പെണ്ണ് നല്ലൊരു സുന്ദരി പെണ്ണാണല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും, എടാ നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ മരിച്ചുപോയ ഭർത്താവിൻ്റെ എന്തൊക്കെയോ സാമ്യം നിന്നിൽ തോന്നിയെന്നല്ലേ പറഞ്ഞത്. അപ്പം അതുകൊണ്ടായിരിക്കും നിന്നെ അവർക്ക് അത്ര ഇഷ്ടമായതെന്ന് പറയാണ്. എന്നാലും എൻ്റെ ഭാഗ്യമല്ലേ എണ്ണ എന്ന് പറയുമ്പോൾ, പിന്നെ നിന്റെ മഹാഭാഗ്യം തന്നെയാടാ, ഇത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നല്ലൊരു പെണ്ണ, അതിനെ കണ്ടാൽ അറിയാം അവർ നല്ലൊരു സ്ത്രീയാണ്, നല്ല സ്വഭാവമാണെന്ന്. എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടു. അവളെ കല്യാണം കഴിച്ചിട്ട് വേണം എൻ്റെ ബാലണ്ണ കിരണിന്റെയും കല്യാണിന്റെയും ആ ദീപയുടെയൊക്കെ മുമ്പിൽ പോയിട്ടൊന്ന് നെളിഞ്ഞ് നിൽക്കാനായിട്ട്. എന്തായാലും ഞാൻ അവളെക്കുറിച്ച് കുറച്ച് സ്വപ്നങ്ങളൊക്കെ കാണട്ടെ എന്നൊക്കെ പ്രകാശം വിചാരിക്കുന്ന സ്വപ്നത്തിൽ ആ പുതിയ ലക്ഷ്മിയായിട്ട് പറന്ന് നടക്കുന്ന സീനൊക്കെ ആയിട്ട് പ്രകാശം കാണുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ്. ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് റിവ്യൂ ആണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.